ടു ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഇന്ന് നമ്മുടെ 27ാം രാവാണ്. അപ്പം എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ കോളേജിലേക്ക് പോവുകയാണ്. ഇപ്പം കുറച്ച് ലേറ്റ് ആയപ്പോൾ ആപ്പിച്ച് ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ ഇപ്പം നമ്മൾ കോളേജിലേക്ക് പോവുകയാണ്. അപ്പം കോളേജിലെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയത്തില്ല. എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ എടുക്കാം. ഓക്കെ, അപ്പം എന്തായാലും ഇന്നത്തെ ഒരു ദിവസമായിരിക്കും ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാം. ഓക്കെ, ഓക്കെ ഗായ്സ്. അസ്സലാമു അലൈക്കും. ഇത് മീര ആരും വന്നില്ല ഗൈസ്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഗൈസ്, 9 മണിക്ക് ശേഷം ഫോൺ യൂസ് ആക്കാൻ പറ്റത്തില്ല. അതിന് മുമ്പേ ഇവിടെ ഉള്ളതെല്ലാം എനിക്ക് ക്യാപ്ചർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ബൈ. 60 പടി കയറിയെന്ന് എൻ്റെ കഥയ്ക്കല അപരിചിത ആപ്സിൻ്റെ അതിന് ലീവ് ഫോം എഴുതുന്നു. 9 മണി ആവാറായപ്പോൾ ഞാൻ ഫോൺ വെക്കാൻ പോവാണ്. ഇനി വെക്കല്ലേ. അപ്പോൾ എന്തായാലും ഇനി പറ്റുന്നതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യാം. 10 രൂപ എനിക്ക് കിട്ടിയില്ലേ വീഡിയോ ബ്ലോഗ്. അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ പോവാം. ഓക്കെ, ഗൈസ്, അപ്പോൾ നമ്മൾ ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ പോവാണ്. ഇവിടെ പള്ളിയുണ്ട്, അപ്പോൾ നമ്മളവിടെ നിസ്കരിക്കാൻ പോവാണ്. ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് മാത്രം. ഗൈസ്, അപ്പോൾ നമ്മൾ നിസ്കരിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ലൈബ്രറിയിലോട്ട് പോവാണ്. ബൈ. കോളേജിലോട്ട് കയറാൻ പോകാൻ ഫോൺ യൂസ് ആക്കുക. ബൈ ബൈ. ഞാൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം ഗൈസ്. അപ്പോൾ കോളേജ് കഴിഞ്ഞു. വേടാ, ഇനി വാപ്പിച്ച് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോമ്പൊക്കെ പിടിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. ചുമ്മാ എന്റെ കൂടെ വന്നിരുന്ന് ഷേക്ക് കുടിച്ചോളൂ. പോടാ, 27ാമിന്റെ ബ്ലോഗാ. ഫുഡ് കഴിച്ചല്ലേ ഉള്ളു. സത്യം. അപ്പൊ എന്തായാലും വീട്ടിൽ പോയി നോമ്പ് മുറിക്കുന്നതൊക്കെ കാണിക്കുന്നതായിരിക്കും. ബൈ ബൈ. ബാപ്പിച്ചി ഇപ്പൊ വിളിക്കാൻ വരും, കാണിച്ച. ഡാഡി ഇതാ വന്നിരിക്കുന്നു. കുനിഞ്ഞൊക്കെ ഇരിക്കുന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ ബാപ്പിച്ചിയുടെ കയ്യിൽ നമ്മളെ സെയ്റുണ്ട് ഗൈസ് കൂടെ. വീട്ടിലെത്തിയിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഗൈസ്, ഇപ്പോൾ വാപ്പച്ചി പൊരിപ്പ് മേടിക്കാൻ പോയിരിക്കുകയാണ്. പൊരിപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല, മറ്റേ സമൂസ ആ കാറ്റഗറിയിൽപ്പെട്ട സംഭവങ്ങളൊക്കെ മേടിക്കാൻ പോയിരിക്കുകയാണ്. ഞാൻ നോമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നല്ലൊരു നോമ്പായിരുന്നു. അല്ല ഗൈസ്, അധികം ബോറടിപ്പിക്കുന്ന സബ്ജക്ട്സ് ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. രസമായിട്ട് പോയി. അധികം ഇതൊന്നും ഇല്ലായിരുന്നു. ക്ഷീണം അങ്ങനെ ഒരു സംഭവം ഇല്ല ഇന്ന്. ഓക്കെ, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞിട്ട് ഡിബേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഡിബേറ്റ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ പോകുമ്പോൾ നിസ്കരിക്കുക, ഉറങ്ങുക, പിന്നെ സമയമാകുമ്പോൾ വിളിക്കുക. പിന്നെ എനിക്കൊരു പ്ലാനുണ്ട്, ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ നമുക്ക് കുക്ക് ചെയ്താലോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. ചുമ്മാ വീട്ടിൽ പോകുമ്പോൾ കിടന്നുറങ്ങും. ഇത് തന്നെ പരിപാടി. അപ്പോൾ എന്തായാലും എന്താ നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും വാപ്പിച്ച പൊരിപ്പ് പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. പൊരിപ്പ് മേടിച്ചിട്ടുണ്ട്. വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. ഇത് കണ്ടോ നിങ്ങൾ? സീ ഇപ്പൊ വായിൽ കൈതല് തുടങ്ങിയിട്ടുണ്ട്. എന്താ നോക്കുന്ന? ബാ മോശം എടുക്കാം. ഇതാ ഭയങ്കര എഡിറ്റിങ്ങിലാണ്. നമുക്കൊരു വർക്ക് കിട്ടി ഗൈസ്. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
വർക്കാണ് വർക്ക്. പൊന്നുഷേ ഗൈസ്, നിങ്ങൾക്ക് സീ ചിരിക്കുന്നതാണോ? എന്താ കണ്ടോ ഗൈസ്, ചിരിക്കുന്നുണ്ടോ? ഇപ്പൊ ചിരിക്കും ഗൈസ്. ഗൈസ് എന്താന്നറിയാ, അത് ഈ മഞ്ഞ പൂ കാണുമ്പോൾ എപ്പോഴും ചിരിക്കും. എപ്പോഴും മഞ്ഞ പൂവാണ്. ഇത്ത എന്റെ പെരുന്നാക്കോടിയാ തമ്പെടുക്കാൻ ഫോട്ടോ എടുക്കണേ. ചിരിക്കുന്നു. ഹായ് പറ. ഹായ്. അതിൽ നോക്കി അവള് ചിരിക്കും. നാണം വരുന്നു. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്. അപ്പോൾ സമയം 6:40. അപ്പോൾ സുബാനല വെക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്കിരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ സമൂസ, കട്ട്ലറ്റ്, മുട്ട. ഓക്കെ ഇത് നമ്മുടെ ഫുഡ് പിന്നെ കഴിക്കുന്നു. മീൻസ് റെഡിയും ബീഫ് കറിയാണ് പിന്നെ. അപ്പം അത് പിന്നെ കഴിക്കുന്നത്. ഇതല്ല കണ്ടത്, വേറൊരു സാധനം ഉണ്ട്. പക്ഷെ ഇത് നല്ല രസമാണ്. അപ്പോൾ നോമ്പൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും നിസ്കരിക്കാൻ പോകാം. അപ്പോൾ ഗൈസ്, ഇപ്പം നമ്മൾ പോകുന്നത് ഉമ്മച്ചിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് ഗൈസ്. അപ്പോൾ നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഉമ്മച്ചിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. 3 ദിവസമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ത്രോട്ട് കുറച്ച് സീനായിട്ട്, ചുമ മാറുന്നില്ല. അങ്ങനെ നമ്മൾ പോയി ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത കൂട്ടിക്കട ഹോസ്പിറ്റലിൽ. അപ്പം അവിടെ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ മനീച്ചയുടെ കടയിൽ പോകും. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ച മാരിപ്പോടെ ഈ വ്ളോഗ് നിർത്താമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കാം ഗൈസ്. അല്ല എൻജി ഇന്നലെ ഗൈസ് ഇഞ്ചക്ഷൻ കുത്തിയപ്പം ബൾജായി ചെറുതായിട്ടോ. അപ്പം അതിൻ്റെ പേടിയുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ അനീച്ചയുടെ കടയിലെത്തിയിരിക്കുന്നു ഗൈസ്. അപ്പുറത്ത് ഗൈസ് വാപ്പച്ചിക്ക് ഉടുപ്പ് എടുക്കുക ഗൈസ്. വാപ്പച്ചി പറഞ്ഞെടുക്കരുതെന്ന്. വിളിച്ചാൽ പറയും വേണ്ടെന്ന്. അതുകൊണ്ട് എടുത്തു. ഇത് കൊള്ളാം. എന്താ ടീച്ചർമാരൊക്കെ മിസ്സുമാരൊക്കെ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. സോ ഗൈസ്, ഔട്ട്രോ പറഞ്ഞുകൊണ്ടിരുന്ന സൗണ്ട് നമുക്ക് കട്ടായിപ്പോയി. അപ്പോൾ എന്തായാലും ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. സോ ഇത്രേ ഉള്ളൂ. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത്. ബൈ ഗൈസ്.